തിരുനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ സഭയിലെ കാനോനിക നോയമ്പായ സ്ലീഹാ നോയമ്പിൽ യേശുക്രിസ്തു തിരഞ്ഞെടുത്ത 12 ശിഷ്യന്മാരെ ഓർക്കുന്നു. സ്ലീഹന്മാരിൽ ഒരാളായ തോമാസ് ലീഹയാണ് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത്. ക്രിസ്തുവിന്റെ 12 ശിഷ്യന്മാരിൽ ഒരാളായ തോമാസ് ലീഹ യൂദായിലെ ഗലീലയിലായിരിക്കണം ജനനം. തോമസ് എന്ന പേര് അരമ്യ ഭാഷയിൽ നിന്നും രൂപം കൊണ്ടിട്ടുള്ള ഒരു വ്യക്തിനാമത്തിന്റെ ഭാഷാന്തമാണ്. പേരിന്റെ അർത്ഥം ഇരട്ട എന്നാണ്. ഗ്രീക്ക് ഭാഷയിൽ ദിദിമോസ് എന്നാണ് ഈ പദം സൂചിപ്പിക്കപ്പെടുന്നത്. ഗലീലയിലെ ഒരു എളിയ കുടുംബത്തിലായിരുന്നു ജനനം. അദ്ദേഹം ഒരു യഹൂദനായിരുന്നു എന്നും കരുതപ്പെടുന്നു. വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷത്തിൽ നിന്നും സംശയാലു എന്ന് പലപ്പോഴും വിധിക്കപ്പെടുന്നുണ്ടെങ്കിൽ അദ്ദേഹത്തിന്റെ ധൈര്യവും ഏത് സന്ദർഭത്തിലും യേശുവിനോട് നിൽക്കാനുള്ള സന്നദ്ധതയും സത്യാന്വേഷണത്വരയും പ്രത്യേകം പ്രസ്താവ്യമാണ്. യേശു തന്റെ സ്നേഹിതനായ രോഗിയെ ലാസറിനെ കാണുവാൻ പോകുന്ന വേളയിലാണ് തോമാസ് ലീഹയുടെ വിശ്വസ്തത വെളിവാകുന്നത്. തോമാസ് ലീഹ ഗലീല ദേശക്കാരനായിരുന്നു. കേരളത്തിലെ സഭയുടെ പ്രബലവും പുരാതനവുമായ വിശ്വാസം അനുസരിച്ച് AD 52 മാർ തോമസ് ലീഹ കേരളത്തിന്റെ തുറമുഖമായ കൊടുങ്ങല്ലൂരിൽ വന്നിറങ്ങിയതായാണ് കരുതുന്നത്. കൊടുങ്ങല്ലൂർ, പാലൂർ, പറവൂർ, ഗോകമംഗലം, നിരണം, തിരുവിതാംകൂർ എന്നീ സ്ഥലങ്ങളിൽ 7 പള്ളികൾ സ്ഥാപിക്കാൻ തക്കവണ്ണം ഫലപ്രദമായ സുവിശേഷ പ്രവർത്തനം നടത്തി. ചാവൽ ദേവാലയ അവശിഷ്ടങ്ങളുടെ അടുത്താണ് നിലങ്കൽ എക്യൂമെനിക്കൽ ദേവാലയം പണി കഴിപ്പിച്ചിരിക്കുന്ന മലങ്കര സഭയിൽ നിന്ന് തോമാസ് ലീഹ സുവിശേഷ ആഘോഷത്തിനും മറ്റും ചൈനയിൽ പോയി. അവിടെ നിന്ന് തിരിച്ച് മദ്രാസിനടുത്തുള്ള മൈപ്പൂരിലെത്തി. അവിടെ വെച്ച് മതഭ്രാന്തരായ ചില ക്രൈസ്തവ വിരോധികൾ തോമാസ് ലീഹയെ കുന്തം കൊണ്ട് കുത്തിക്കൊലപ്പെടുത്തി. തോമാസ് ലീഹയുടെ ഭൗതിക ശരീരം മൈപ്പൂരിലെ കലാമിന പട്ടണത്തിനരികെ ചിന്തമലയിൽ സംസ്കരിക്കുകയുണ്ടായി. AD 394 മാർത്തോമയുടെ തിരുശേഷികൾ ഇന്ത്യയിൽ നിന്ന് ഒഡീസയിലേക്ക് കൊണ്ടുപോയി. അത് സ്ഥാപിച്ച പള്ളികളിൽ തോമാസ് ലീഹയുടെ നാമത്തിൽ പെരുന്നാൾ ആചരിക്കുന്ന ദിവസമാണ് ജൂലൈ 3. തോമാസ് ലീഹയെ പോലെ ക്രിസ്തുവിനെ മറ്റുള്ളവർക്ക് പകർന്നു നൽകാൻ സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ നിർത്തുന്നു.